ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇവിടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ പോളി ചെയ്ത തേർഡ് ടോപ്പിക്കായിട്ടുള്ള കരിയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റീഡിങ്സ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ഒരാൾ ആക്ഷൻ എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ശ്രമിക്കുക. റീഡിംഗ് കാണുന്ന ടൈം പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ തെയ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൗണ്ടാണ്, ചെണ്ടോടുന്ന സൗണ്ടാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് തന്നെ കിടക്കാം. ഞാൻ മാക്സിമം സൗണ്ട് എടുത്ത് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സിറ്റുവേഷനിൽ സ്റ്റക്കഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഉടനെ മാറുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് ഓരോ ആൾക്കാരും എക്സാംസൊക്കെ എഴുതിയതിന് വലിയ ബെനിഫിറ്റൊന്നും ഇല്ല, നിർത്താൻ വേണ്ടി പോകുന്ന അത്തരത്തിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരിക്കലും നിങ്ങളുടെ എയിമിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ തെന്നി വീണേക്കാം. പക്ഷെ ഒരിക്കലും നിങ്ങളത് നിർത്തരുത്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നിങ്ങളിൽ തന്നെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ആർ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ ഇത് നമ്മളെ കൊണ്ടൊന്നും കൂടുന്ന പണിയൊക്കെ അല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെയായിരിക്കും അവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്ക് നേരിടുകയാണെങ്കിൽ അത് മാറി നിങ്ങളുടെ ലൈഫിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇവിടെ അതിനുപോലെ തന്നെ നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്, റീച്ചിങ് യുവർ ഡെസ്റ്റിനേഷൻ. ഒരുപാട് നാളായി കാത്തിരുന്നു, മടുത്തു എന്നുള്ള രീതിയിലാണെങ്കിൽ യുവർ ലൈറ്റ് ഈസ് ഷൈനിങ് ബ്രൈറ്റ്ലി. നിങ്ങളുടെ ഓറ ഇപ്പോഴും വളരെ പവർഫുള്ളായിട്ട് ഒരു പ്രതീക്ഷയുടെ രീതിയിലായിട്ട് ഷൈൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ സൂചകമായിട്ട് നിങ്ങൾ ഒരുപാട് ബട്ടർഫ്ലൈ ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ നേരെ മറിച്ച് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പലതരത്തിലുള്ള സ്റ്റക്നെസ്സിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും പുതിയൊരു ഹാപ്പിനെസ് വരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ബ്രേക്ക് എടുക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ അത് കുറച്ച് ടൈം എടുത്ത് വീണ്ടും നിങ്ങൾ ജോബിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതായത് ഒരു സിറ്റുവേഷനിൽ നിന്ന് മനഃപൂർവ്വം ഇതെന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ ഓടി മാറാൻ ശ്രമിക്കാതെ അവിടെ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ എൻജോയ്മെൻറ്റിന് വേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. എൻജോയ്മെൻറ്റ് ഇൻ ദ സെൻസ് എന്നൊക്കെ പറയുന്ന പണിയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ജോബ് ചെയ്യാതെ എൻജോയ്മെൻറ്റിന് നേരെ പോകണം എന്നൊന്നല്ല. നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക, സെൽഫ് വർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ സെൽഫ് വാല്യൂ കൊടുക്കുക. അതിന് ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും സ്റ്റക്നെസ് ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ അത് നിങ്ങൾ എങ്ങനെ മാറ്റി മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് നിൽക്കും നിങ്ങൾക്ക് ഇനി വരുന്ന ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ലൈക്ക് എന്ന് പറഞ്ഞൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബിഗിനിങ് ഓഫ് എ ന്യൂ സൈക്കിൾ എന്നാണ് ഇതിനൊരർത്ഥം വരുന്നത്. ഓക്കെ, ദ ബിഗിനിങ് ഓഫ് ദ ന്യൂ സൈക്കിൾ. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ജോബൊക്കെ മടുത്തു, ഇനി പുതിയൊരു ജോബിലേക്ക് നോക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുതിയ ജോബിലൊക്കെ നോക്കുന്നത് എന്നുള്ളവർക്കാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ലൊരു പോസിബിലിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക, നിങ്ങളുടെ സന്തോഷത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്കും കൂടി കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ചാലഞ്ചസ് ഉണ്ടാവും, പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ ആ ഗോളിൽ എത്തുന്നവരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമുക്ക് ലോർഡ് ശിവൻ്റെ ഹെൽപ്പ് ചോദിക്കാം. ഹിന്ദുക്കളാണെങ്കിൽ ലോർഡ് ശിവൻ്റെ ഹെൽപ്പ് ചോദിച്ച് നിങ്ങൾക്ക് അമ്പലങ്ങളിലൊക്കെ പോകാവുന്നതാണ്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ലോർഡ് ശിവയുടെ കാർഡ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശിവമന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നവരൊക്കെ ആണെങ്കിൽ വളരെ നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ശിവഭഗവാൻ തന്നെ തരും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ ഡാൻസ് വിത്ത് യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ്സോട് കൂടി മുന്നോട്ട് പോകൂ, അല്ലെങ്കിൽ അത്രയും റിതമായിട്ട് അല്ലെങ്കിൽ ഒന്നും സ്ട്രെസ് ഔട്ട് ചെയ്ത് പോകേണ്ടതില്ല. നിങ്ങളെന്ന് പറയുന്നത് ഒരാളെക്കാൾ മുമ്പിലോ പിന്നിലോ അല്ല, നിങ്ങൾ കൃത്യമായിട്ടുള്ള ടൈമാണ്. അവിടെ കുറച്ച് ലാഗൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ ഒരിക്കലും വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ടൈം ആകുമ്പോൾ എന്തായാലും കിട്ടും എന്നുള്ള രീതിയിലാണ്. ഓവർ സ്ട്രെസ്സോ ഓവർ കൺഫ്യൂഷനോ അല്ലെങ്കിൽ വളരെ വിഷമത്തോടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാനുണ്ട് മേരി മാഗ്ഡലീനിൻ്റെ ടീച്ചർ അവേക്കനിങ്സ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. അതായത് ഒരു കാര്യവും നിങ്ങൾ ആദ്യം നിങ്ങളെ വിശ്വസിക്കുക.
വിശ്വസിക്കുക. അതായത് ഒരു കാര്യം നിങ്ങളെ നിർത്താൻ വേണ്ടി പോകുന്നില്ല, ഒരു സിറ്റുവേഷൻ നിങ്ങളെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാകാം. അതിപ്പം ഓരോ വ്യക്തികളായിട്ടുണ്ടാകും, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ നിങ്ങളിപ്പം കൊളീജേഴ്സിനോട് നിങ്ങൾ പോലും കാര്യമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വിചാരിക്കാത്ത ഒരു രീതിയിൽ പ്രശ്നമൊക്കെ ആയിട്ടുണ്ടാവാം. ചിലവർക്ക്, എല്ലാവർക്കും ഇങ്ങനെ പ്രശ്നമായി ഇങ്ങനെ അടിയും പിടിയും കൂടി അങ്ങനെയുള്ളൊരു ഇതൊന്നുമല്ല, വാക്തർക്കങ്ങൾ ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അലേർട്ടായിട്ട് നിൽക്കുക, അത്ര മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു കാർഡ് കിട്ടിയിട്ട് ഹോളി എമിത്തിസ് എന്നുള്ളൊരു കാർഡാണ്. ഡിവൈൻ ആൽക്കമീനെ കാണിക്കുന്നൊരു കാർഡാണ്. നിങ്ങൾക്ക് ഇപ്പോഴുണ്ടാവുന്ന വെല്ലുവിളികൾ അതൊക്കെ മറികടന്ന് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മുറുക്കെ പിടിച്ചോളൂ, യൂണിവേഴ്സിൽ അതിന് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെയാണ്, വർക്കിംഗ് പ്ലേസിലാണെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്ന ഒരു കൂട്ട് അസാധ്യമായിട്ടാണ് കാണിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ യൂണിവേഴ്സൽ എനർജി ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമ്മളൊന്ന് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ടൈമാണ്. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് പോലെ നമ്മളെ സഹായിക്കാൻ വേണ്ടി യൂണിവേഴ്സലായിട്ട് ഒരു പേഴ്സൺ ഉണ്ടാവും. അത് ചിലപ്പോൾ പേഴ്സണായിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, ചിലവർക്ക് നമ്പേഴ്സ് ആയിരിക്കാം, ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം, അതുപോലെ തന്നെ പല വഴിയും ഉണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതിന് ഫോക്കസ് ചെയ്ത് നിന്നോളൂ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമുക്ക് ഇവിടെ ബോട്ടം മുതലൊക്കെ കിട്ടിയത് സ്റ്റേ ഫോക്കസ്ഡ് കാർഡാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മോണോറാക്കിളിൽ കിട്ടിയിട്ടുള്ളത് വാട്ട് യു നീഡ് ടു റിലീസ് എന്നുള്ളൊരു കാർഡാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ നെഗറ്റിവിറ്റി ആണെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതിലാണ് കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തളർന്ന് നിൽക്കുന്നതിലല്ല, അതെങ്ങനെ ഓവർകം ചെയ്ത് നിൽക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ചാലഞ്ചസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും, പക്ഷെ അതൊന്നും എപ്പോഴും നിലനിൽക്കുന്ന ഒന്നല്ല എന്നുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് പരിഹരിക്കാൻ പറ്റുന്നതാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏത് കാര്യത്തിലാണ് ഇൻട്രസ്റ്റ് തോന്നുന്നത് അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കോളൂ. പിന്നീട് ഒരു റിഗ്രറ്റ് അടിക്കാൻ മറ്റുള്ള ഒരു വാക്കുകൾ ഒരുപാട് ഓരോ ഓപ്ഷൻ പോലെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.